നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കേരളം മുൻപന്തിയിലാണ് എന്ന അവകാശവാദമാണ് ഇടതുപക്ഷ സർക്കാർ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. അതിന് കാരണം ഇടതുപക്ഷത്തിന്റെ ഭരണമാണെന്ന് കൂടി കടത്തി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. പക്ഷേ വസ്തുത അതല്ല. പക്ഷേ പിണറായി വിജയന് ചികിത്സിക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം. കൊച്ചുമകന് പഠിക്കണമെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം വിട്ട് CBSE അതും PM ശ്രീ പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ പഠിക്കണം. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ കാണിച്ച് വോട്ട് നേടി അവരെ പറ്റിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 100% അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ 1. ശരിയാണ്, കേരളത്തിൽ ഒരുപാട് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട്. ഈ ആശുപത്രികളുടെ എണ്ണം കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രദേശത്തെ, ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ആശുപത്രികളുടെ എണ്ണം കൂടുന്നതല്ല വാസ്തവത്തിൽ ഈ ആരോഗ്യ മേഖലയിലെ ഈ പറയുന്നത് പോലെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. മറിച്ച് ആരോഗ്യം ഒരു സമ്പത്താണ്. അത് രോഗരഹിതമായ ജീവിതം ഉണ്ടാകുമ്പോഴാണ്. തീർച്ചയായിട്ടും ആശുപത്രികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. പോട്ടെ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ വളരെ മികച്ച ആശുപത്രികൾ, ഇപ്പോൾ നമ്മളൊക്കെ ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലോ ഒക്കെയാണ്, അല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഈ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുന്നത് അമേരിക്കയിലാണ്. മയോ ക്ലിനിക്കിൽ. അദ്ദേഹം നേരത്തെയും ചികിത്സയ്ക്ക് പോയിരുന്നത് അപ്പോളോയിലാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ചികിത്സയ്ക്ക് പോയത്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ എയിംസ് പോലുള്ള ആശുപത്രികളിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഡൽഹിയിൽ നമുക്കറിയാം, സുഷമ സ്വരാജ് പറഞ്ഞത് എനിക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ചികിത്സ മതി. അപ്പോൾ പറയുന്ന ദേശീയതയും പറയുന്ന വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ ഒന്നായിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു ആദർശനിഷ്ഠമായ ജീവിതം. അതാണ്. അപ്പോൾ അങ്ങനെ ആദർശനിഷ്ഠമായ ജീവിതം നയിക്കുമ്പോൾ അവർ സ്വന്തം ജീവന് വലിയ വിലയൊന്നും കൊടുക്കാറില്ല. അവർ തങ്ങൾ ചെയ്യുന്ന, അതായത് എനിക്ക് എത്ര സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും സമയം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ്. ഇവിടെ അങ്ങനെയല്ല, എന്ത് ചെയ്തും എൻ്റെ സമയം നീട്ടിക്കിട്ടണം. എനിക്ക്, അതായത് ഒരിക്കലും മരിക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തെ എവിടെയും പോയി ട്രീറ്റ് ചെയ്യുന്നത്. മറ്റതങ്ങനെയല്ല. ഇത് മരണം എന്ന് പറയുന്നത് അനിവാര്യമായൊരു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരാളിന് അതിനൊരു കരുത്ത് വേണം കേട്ടോ. ഇനി ഇരട്ടച്ചങ്കുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള ചങ്കിന് ബലം വേണം. എങ്കിലേ ആ അനിവാര്യമായ സത്യത്തെ നേരിടാനുള്ള കരുത്തുണ്ടാവുള്ളൂ. സുഷമ സ്വരാജിന് ആ കരുത്തുണ്ടായിരുന്നു, അരുൺ ജെയ്റ്റ്ലിക്ക് ആ കരുത്തുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് അവരെ വിമർശിക്കാം, അവരെ നമുക്ക് എതിർക്കാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ വ്യക്തിനിഷ്ഠമായി നോക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ഉള്ള ചങ്കിന് നല്ല കരുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നമ്മുടെ സാധാരണ ആശുപത്രിയിൽ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ആശുപത്രി തന്നെ, ഒരു സംശയമില്ല. എയിംസ് മോശമാണോ? അല്ല. അപ്പോൾ അവിടെയൊക്കെ ചികിത്സിച്ചു. അവരുടെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സമയം എത്തിയപ്പോൾ അവർ കടന്നുപോയി. ഈ ലോകത്ത് ആരും മരിക്കാതിരിക്കില്ല, ഒരു നാൾ എല്ലാവരും മരിക്കും. അത് ഇരിക്കട്ടെ. അപ്പോൾ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ പിണറായി വിജയന് ചികിത്സിക്കണമെങ്കിൽ അമേരിക്കയിൽ പോകണം. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്നാണോ അതോ നല്ലതാണെന്നാണോ? ഇതുപോലെ തന്നെയല്ലേ വിദ്യാഭ്യാസ മേഖലയിലും? ഇവിടെ കേരളത്തിലെ സർക്കാർ സ്കൂളുകളുടെ, ഞാൻ പറയുന്നത് സ്വകാര്യ സ്കൂളുകളുടെ കാര്യമല്ല കേട്ടോ, സർക്കാർ സ്കൂളുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നമ്മുടെ ശിവൻകുട്ടി ചേട്ടൻ PM ശ്രീ പദ്ധതി ഒപ്പിടാൻ തീരുമാനിച്ചു. അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടിയോട് ആലോചിക്കുക. അത് നമുക്കറിയാവുന്നൊരു കാര്യം. ഞാൻ പാർട്ടിയോട് ആലോചിക്കുക ചെയ്യാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തീർച്ചയായിട്ടും പാർട്ടിയിൽ ആലോചിക്കാതെ ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാക്ഷാൽ പിണറായി വിജയൻ പോലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാർട്ടിക്കുള്ളിൽ ആലോചിക്കും. അവരാലോചിക്കാതെ ചെയ്യില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയന് മാത്രം അല്ല, പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം ഒരു പക്ഷേ എടുത്തതിന് ശേഷമായിരിക്കാം പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാം. പക്ഷേ PM ശ്രീ ഒക്കെ പാർട്ടിയിൽ ആലോചിക്കാതെ എടുക്കുമോ? ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ബോർഡ് എഴുതി വെക്കുന്ന കേന്ദ്രത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ, ഇത് ഈ ആലോചിച്ചു നടപ്പാക്കി അല്ലെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പിണറായി വിജയൻ ഇത് നേരത്തെയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സ്വാശ്രയ കോളേജിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്ത ഇടതുപക്ഷ സർക്കാരാണ്. സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ സമരം ചെയ്തു. ഒരു മനുഷ്യനെ പരസ്യമായിട്ട് ഒരു വലിയ വിദ്യാഭ്യാസ വിചക്ഷണനെ തെരുവിലിട്ട് അടിച്ചു, പട്ടിയെ അടിക്കുന്ന പോലെ അടിച്ചു. അറിയാമോ?
ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കാണ് പുഷ്പനെ അറിയാമോ. സഹകരണ മേഖലയിൽ സ്വകാര്യ കോളേജ് കൊണ്ടുവരുന്നതിനെതിരെ നടന്ന സമരമാണ് അന്ന് കൂത്തുപറമ്പിൽ എന്ത് പ്രശ്നം ഉണ്ടായത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് മകളെ വിട്ടത് പഠിക്കാൻ. മകളെ അമൃതയുടെ സ്വകാര്യ കോളേജ് സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത്. സ്വകാര്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്വാശ്രയ കോളേജിലാണ് പഠിച്ചത്. സ്വകാര്യ കോളേജിൽ. അപ്പോൾ ഇത് നേരത്തെയും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന്റെ കാലമായതുകൊണ്ട് അത് പുറത്തു വരുന്നു. രണ്ടാമത് എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ മാത്രമല്ല, മന്ത്രിമാരുടെ മക്കളെല്ലാം തന്നെ, AK ബാലന്റെ മകനും കാനഡയിലോ എവിടെയാണ് പോയി പഠിച്ചത്. അപ്പോൾ മന്ത്രിമാരുടെ മക്കളെല്ലാം വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്ത് പോകും. തോമസ് ഐസക് ആണെങ്കിൽ മകളെയും ഭാര്യയും അമേരിക്കയിൽ ഡൈവോഴ്സ് ആയി എന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല നമുക്ക്. അപ്പോൾ ഇവരെല്ലാം വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കുന്നത് വിദേശ സർവകലാശാലകളെയും വിദേശത്തും പോയി പഠിക്കുക, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അതും CBSE പോലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുക. എന്നിട്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ പറ്റി വലിയ രീതിയിൽ വാചാടുക, എന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുക. അതാണ് ഞാനും പറഞ്ഞു വന്നത്. ഇതിന്റെയൊക്കെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഓരോ സ്കീം കൊണ്ടുവരും. ആ സ്കീം കൊണ്ടുവരുമ്പോൾ മോദി സർക്കാർ കാവ്യവൽക്കരണം, വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു, കാവ്യവൽക്കരണം. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് മുഴുവനും എന്താ കള്ളച്ചരിത്രമാണ്, വ്യാജ നിർമ്മിതികളെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സർക്കാർ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ഇപ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവന്നതുകൊണ്ട് CPM-ന് ദോഷവും സാധാരണ വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണവും ചെയ്തിട്ടുണ്ട്. കാരണം ഈ CUET എന്ന് പറയുന്ന എക്സാം അങ്ങനെയാണ്, കോമൺ എൻട്രൻസ് ടെസ്റ്റ് വന്നത്. ഇപ്പം മറ്റേത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലൊക്കെ ഇവിടെ നിന്നുള്ള ഇടതുപക്ഷക്കാർ മുഴുവൻ അവിടെ കുത്തി നിറച്ച് അവിടെ പോയി മാർക്കിന്റെ, അതായത് ഇവിടെ വലിയ മാർക്ക് കൊടുക്കും, വലിയ മാർക്ക് കൊടുത്ത് അവിടെ ചെല്ലുമ്പോൾ നല്ല കഴിവുള്ള കുട്ടി 80% മാർക്ക് വാങ്ങിച്ച് ജയിച്ചു വന്ന, വലിയ പ്രയാസം മാർക്ക് കിട്ടാൻ പ്രയാസമുള്ള ഒരു കോളേജിൽ ഒരു സർവകലാശാലയിൽ പഠിച്ചു വരുന്ന കുട്ടിക്ക് 80% ഉള്ളൂ. ഇവിടെ എന്താ 99% മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ 99% കിട്ടിയ ഒരു കാശിനും കൊള്ളാത്ത മരമണ്ടന് അവിടെ അഡ്മിഷൻ കിട്ടും. ഈ 80% മാർക്ക് കിട്ടിയ മിടുക്കനായ വിദ്യാർത്ഥി അവിടെ വെളിയിലിരിക്കുകയും ചെയ്യും. ഇതാണ് ഈ പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ച്. അങ്ങനെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പഠിക്കുന്നത് ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലെ ഹരിയാനയില്, അവിടെയാണ് UP-ല് ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലാണ്. മനസ്സിലായി, അവിടെയാണ് മുൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു സർവകലാശാല. അപ്പോൾ അവിടെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ പലവട്ടം കണ്ടാണ്. മാധ്യമപ്രവർത്തകർക്ക് നമുക്ക് ഇത് മാത്രമല്ല ശ്രീലേ, കേരളത്തിൽ നിന്ന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ കേന്ദ്ര സർവകലാശാലയിൽ ഒരുപാട് സീറ്റുകൾ വേക്കന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് ഈ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഉണ്ടല്ലോ, SIO പോലെയുള്ള, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുട്ടികളെ കൂട്ടമായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് അവിടെ ഇവർക്കെല്ലാം അഡ്മിഷൻ കിട്ടും. കാരണം ഇവിടെ വലിയ മാർഗമുണ്ട്, അതുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടും. ഇത് ശരിക്കും മനസ്സിലായത് എങ്ങനെയെന്ന് അറിയാമോ? CAA വിരുദ്ധ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ സമരം ചെയ്യുന്നത് മുഴുവനും മലയാളി വിദ്യാർത്ഥികൾ, അതും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ. അപ്പോൾ ഇതാണ് ഇന്റലിജൻസിനെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ അവരന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ ഗുട്ടൻസ് പിടികിട്ടുന്നത്. അതോടുകൂടി അവർ എൻട്രൻസ് വെച്ചു. ഇപ്പൊ എന്താ, ഒരു മലയാളി കുട്ടിക്ക് പോലും എൻട്രൻസ് എഴുതി കിട്ടുന്നില്ല, കാരണം വിവരമില്ല. ഇവിടെ പഠിച്ച് ഈ പറയുന്നത് പോലെ ചുളുവിന് മാർഗടിച്ച് മാറ്റി കയറിപ്പോയ ആൾക്കാർ മുഴുവനും ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് എൻട്രൻസ് എഴുതുമ്പോൾ വട്ടപൂജ, ആനമുട്ട വാങ്ങി. ഇതാണ് അവസ്ഥ. ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ബുദ്ധിമാനായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചെറുമകനെ നേരെ കൊണ്ടുവന്ന് ഈ പറഞ്ഞതുപോലെ സ്വകാര്യ സ്കൂളിൽ CBSE സിലബസ്, കേന്ദ്ര സിലബസ് പഠിപ്പിക്കാൻ ചേർത്തത്. കാരണം അവിടെ അത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഒരു കോമ്പറ്റിറ്റീവ് വേൾഡാണ്, മത്സരാധിഷ്ഠിത ലോകമാണ്. നമ്മുടെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അച്ഛനമ്മമാർ അത്ര ബ്രില്യൻ്റ് ആയിരിക്കണം. ഇപ്പം എൻ്റെ മക്കൾ സാധാരണ സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്കൂളിലെ അധ്യാപകരും ദോഷം പറയരുത്, വളരെ നല്ല രീതിയിലാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. കൊച്ചു കുട്ടികളെ 1ാം ക്ലാസ് മുതൽ, നഴ്സറി മുതൽ നമ്മുടെ സ്മാർട്ട് സ്കൂളുകളാണ്. ഈ സ്മാർട്ട് സ്കൂളുകളിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഈ ലിബറൽ മാർക്കിംഗ് സിസ്റ്റം, ഈ മാർക്ക് ഇങ്ങനെ വാല്യുവേഷൻ ലിബറൽ ആക്കുന്ന ഇതൊന്ന് മാറിയിട്ട് സ്ട്രിക്റ്റ് വാല്യുവേഷൻ കൊണ്ടുവരിക. അപ്പൊ അറിവുള്ളവൻ മാത്രം ജയിച്ചാൽ മതി, അറിവുള്ളവൾ മാത്രം ജയിച്ചാൽ മതി. സർക്കാരിന്റെ ഗുണനിലവാരം കാണിക്കാൻ, അല്ലെങ്കിൽ സർക്കാർ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അക്ഷരം എഴുതാൻ അറിയാത്ത കുട്ടികളെ പോലും ജയിപ്പിച്ചു വിടുന്ന ഒരു കാലാവസ്ഥ അത് മാറണം. അതുകൂടെ മാറിയാൽ
നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാന സിലബസ് തന്നെ ധാരാളമാണ്. CBSEക്ക് ഒപ്പം തന്നെ കിടപിടിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ തെറ്റാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തു വരുന്നത്. എല്ലാ കാലത്തും അവരങ്ങനെയാണ്. അവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അവർ ഈ പറയുന്നത് പോലെ ഈ നമ്മുടെ സാധാരണ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം നശിപ്പിച്ചു. അവരുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടുവന്ന് കേന്ദ്ര സിലബസിൽ പഠിപ്പിക്കാൻ ചേർക്കും. അവർ മികച്ച മാർഗോടുകൂടി മികച്ച വിദ്യാഭ്യാസം നേടി പുറത്തു വരും, നല്ല നല്ല ജോലികളിൽ ഏർപ്പെടും. ഇവിടെ ഈ പാവപ്പെട്ട ഇവിടെ കിടന്ന് ഇൻകുലാബ് വിളിക്കുന്ന സാധാരണ SFIക്കാരൻ്റെയും CITക്കാരൻ്റെയും DYFIക്കാരൻ്റെയും ഒക്കെ മക്കൾ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ച് കിട്ടുന്നത് എന്താ, വലിയ മാർഗ്ഗമാണ് കിട്ടുന്നത്. 100-ൽ 95-ഉം 99-ഉം ഒക്കെ കിട്ടും. പക്ഷേ കാലെണ്ണയുടെ വിവരം ഈ കുട്ടികൾക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ആ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു നമ്മുടെ സർക്കാരുകൾ. ഇത് 2006-ലെ VS സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം മുണ്ടശ്ശേരി എന്നറിയപ്പെട്ടിരുന്ന സാക്ഷാൽ MA ബേബി, ആ MA ബേബിയുടെ കാലം തൊട്ടാണ് ഈ ഒരു വ്യവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വന്നത്. അതിൻ്റെ തിക്തഫലമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയന് സാധാരണക്കാരുടെ കുട്ടികൾ മാത്രമേ ഇത് അനുഭവിക്കുന്നുള്ളൂ. അതെ, പിണറായി വിജയന്റെ മക്കളൊക്കെ നല്ല ഞാൻ പറയാൻ വന്നതാണ്. സാക്ഷാൽ ഈ പിണറായി വിജയന് നരേന്ദ്രമോദിയെ വിശ്വാസമാണ്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന CBSE സിലബസിനെ വിശ്വാസമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ വിദ്യാഭ്യാസ മന്ത്രി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ടാണ് MA ബേബി കൊണ്ടുവന്ന പരീക്ഷണത്തിന് നിർത്താതെ സ്വന്തം ചെറുമകനെ അദ്ദേഹം നേരെ കേന്ദ്ര സിലബസിലേക്ക് വിട്ട് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സാധാരണക്കാരെ പറ്റിക്കുകയായിരുന്നു, പാവങ്ങളെ വീണ്ടും കമ്മ്യൂണിസം പറഞ്ഞു, പൊതുവിദ്യാഭ്യാസത്തിന്റെ ദാരിദ്ര്യവും അറിവില്ലായ്മയും ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ. ഈ പ്രത്യയശാസ്ത്രം പരാജയപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രം, ലോകത്ത് ഒരിടത്തും വിജയിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം, ഈ പറയുന്ന സാമ്പത്തിക അസമത്വം മാറ്റാൻ വേണ്ടിയിട്ട് ഉണ്ടായി എന്ന് പറയുന്ന ലോകോത്തര നിലവാരത്തിലുള്ള സിദ്ധാന്തം എന്നൊക്കെ പറയും. പക്ഷേ ഒരു എന്താ പറയുക, ഭൗതികമായിട്ട് പോലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും പരാജയപ്പെട്ട ഒരു മുഖമാണ് നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലിബറൽ വാല്യുവേഷൻ സിസ്റ്റവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും. എന്തായാലും പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ അവർ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അപകടം മുൻകൂട്ടി കണ്ട് അവരുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ വളരെ കൃത്യമായിട്ട് CBSE സിലബസ്, അതാണല്ലോ നമ്മൾ നിയുക്ത മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രിയെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ അവിടെ ഉണ്ടായിരുന്നു. കുട്ടിയോട് സാധാരണ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പം കുട്ടികളുണ്ടെങ്കിൽ ചോദിക്കുക, മോൻ എന്തിനാ പഠിക്കുന്നത്, മോൾ എന്തിനാ പഠിക്കുന്നത്, ഇപ്പോൾ ഏത് കോളേജിലാണ് അല്ലെങ്കിൽ ഏത് സ്കൂളിലാണ് എന്നൊക്കെ ചോദിക്കും. അതുപോലെ കുശലം ചോദിച്ചപ്പോഴാണ് കുട്ടി പറയുന്നത്, ഞാൻ 12ാം ക്ലാസ്സാണ് അല്ല 10ാം ക്ലാസ്സാണ്, ഇങ്ങനെ CBSE സിലബസ് നാലാഞ്ചിറ സർവോദയ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. നല്ല കാര്യം, സർവോദയ വിദ്യാലയം നല്ല സ്കൂളാണ്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചെറുമകനെ, ഇനിയിപ്പോൾ അദ്ദേഹത്തിനൊരു ഇത് പറയാം, അത് എൻ്റെ മകളുടെ മകനാണ്, ആ കുട്ടിയെ എവിടെ പഠിപ്പിക്കണമെന്ന് അവൻ്റെ അമ്മയും അച്ഛനുമാണ് തീരുമാനിക്കേണ്ടത്, അതുകൊണ്ട് അവർ തീരുമാനിച്ചു, എനിക്കതിനകത്ത് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. അതൊക്കെ പുതിയ ക്യാപ്സൂളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവരൊക്കെ അവരുടെ വീട്ടിലെ മക്കളെ കൃത്യമായിട്ടും CBSE സിലബസ് സ്വകാര്യ സ്കൂളിൽ സ്വന്തം അടുക്കളയിലേക്ക് വരാൻ അവരാരും സമ്മതിക്കില്ല, അനുവദിക്കില്ല. എന്തായാലും ചില നേതാക്കളെങ്കിലും മക്കളെ സ്റ്റേറ്റ് സിലബസിൽ ചേർത്ത് പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPIM അല്ല, MB രാജേഷിന്റെ കുട്ടി ഇതുപോലെ CBSE സിലബസിലായിരുന്നു, അവിടുന്ന് മാറ്റി, MP ആയിരുന്ന സമയത്ത് അവിടെ ആയിരുന്നു, അതിൽ നിന്ന് മാറ്റി പിന്നീട് സ്റ്റേറ്റ് സിലബസിലേക്ക് ചേർത്തത് വലിയ വാർത്തയായിരുന്നതാണ്. ആ വാർത്ത നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ, പ്രത്യേകിച്ചും സമുന്നതരായ നേതാക്കൾ, ഈ ഒന്നല്ല രണ്ട് ചങ്കുള്ള ആൾക്കാർ അവരുടെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ കേന്ദ്ര സിലബസിൽ പഠിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ ഈ എന്താ പറയുക വിദ്യാഭ്യാസ പദ്ധതി അതിനൊരു കുഴപ്പമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ അവർ ഒരു കാരണവശാലും സ്വന്തം മക്കളെ വിട്ട് പഠിപ്പിക്കില്ല. അങ്ങനെ അവരുടെ ഭാവി നശിപ്പിക്കില്ല. അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ
അവിടെയെങ്കിലും അവർ നരേന്ദ്രമോദിയോടും അദ്ദേഹത്തിൻ്റെ സർക്കാരിനോടും വലിയ വിശ്വാസ്യത കാണിക്കുന്നുണ്ട്. ആ മോദിയിലും അദ്ദേഹത്തിൻ്റെ സർക്കാരിലും അവർക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്തായാലും കേരളത്തിലെ സാധാരണക്കാരൻ്റെ ഗതിയാണ് വലിയ കഷ്ടം. അവരുടെ കുട്ടികളെ ഏത് വിധത്തിൽ രക്ഷപ്പെടുത്തും എന്നുള്ളത് ഇനി ജനം ആലോചിച്ച് തീരുമാനിക്കട്ടെ. പുതിയ സർക്കാർ വന്നിരിക്കുന്നു, എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം, കാത്തിരിക്കാം.